ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ സ്വാപ്പ് മാർക്കറ്റ് എന്താണെന്നും അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്വാപ്പ് മാർക്കറ്റ്, ആദ്യം നമുക്ക് ഇതിന്റെ ഡെഫിനേഷനും എക്സ്പ്ലനേഷനും നോക്കാം. അതായത് ദ സ്വാപ്പ് മാർക്കറ്റ് ഈസ് എ ഫൈനാൻഷ്യൽ മാർക്കറ്റ് പ്ലേസ്. അതൊരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് പ്ലേസ് ആണ്. അതൊരു നമുക്കറിയാം സാധാരണ മാർക്കറ്റ് പോലെ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. വെയർ പാർട്ടിസിപ്പൻസ് ട്രേഡ് സ്വാപ്പ് കോൺട്രാക്ട്സ്. ഇവിടെ പാർട്ടിസിപ്പൻസ് ട്രേഡ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, സ്വാപ്പ് കോൺട്രാക്റ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്താണ് സ്വാപ്പ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ്സ് ആണ്, വിച്ച് ആർ എഗ്രിമെന്റ്സ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോസ്. അതായത് ക്യാഷ് ഫ്ലോസ് എക്സ്ചേഞ്ച് ചെയ്ത് രണ്ട് പാർട്ടികൾ തമ്മിൽ ക്യാഷ് ഫ്ലോസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു എഗ്രിമെന്റ് ആണ് സ്വാപ്പ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓർ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ്. അതായത് ഒരു സ്പെസിഫൈഡ് പീരീഡിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിനെയാണ്, അതുണ്ടെങ്കിൽ ഈ എഗ്രിമെന്റിനെയാണ് ഈ സ്വാപ്പ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പം ഈ സ്വാപ്സ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് റിസ്ക്. അതായത് റിസ്കിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നതിനും മാനേജിങ് ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ കുറയാം, അപ്പം അങ്ങനെയുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് മാനേജ് ചെയ്യുന്നതിനും ആൻഡ് സ്പെക്കുലേറ്റിംഗ് ഓൺ മാർക്കറ്റ് മൂവ്മെന്റ്സിൽ ഊഹിച്ചുകൊണ്ടുള്ള കച്ചവടം നടത്തുന്നതിനൊക്കെയാണ് സ്വാപ്പ് മാർക്കറ്റ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പല ടൈപ്സ് നോക്കാം. ടൈപ്സ് ഓഫ് സ്വാപ്സ്. അതിൽ ഒന്നാമത്തത് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ആണ്. അതായത് നമുക്കറിയാം ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കറൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് മറ്റൊരു കറൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ എക്സ്ചേഞ്ച് റേറ്റ് തുല്യമായിട്ട് നിൽക്കുന്നതാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പം ഡിമാൻഡ് സപ്ലൈക്ക് അനുസരിച്ച് ഒരു കറൻസിയുടെ വാല്യൂ മറ്റൊരു കറൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വേരി ചെയ്യുന്നതാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിൽ സിസ്റ്റത്തിൽ ഒരു ബിസിനസ് ഏർപ്പെടുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഹെഡ്ജിങ് ആവശ്യമാണ്, അവർക്ക് അതിനെതിരെ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അപ്പോൾ ഇതിൽ വരുമ്പോഴത്തേക്ക് ഇൻവോൾവ്സ് എക്സ്ചേഞ്ചിങ് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെന്റ്സ്. അതായത് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെന്റ്സിന്റെ എക്സ്ചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. ഫോർ ഫ്ലോട്ടിംഗ് റേറ്റ് പേയ്മെന്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റിന്റെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്ന ആ ഒരു സിസ്റ്റമാണിത്. അല്ലെങ്കിൽ നേരെ തിരിച്ച് നടക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സിൽ വരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു യൂസ്ഡ് ബൈ ബിസിനസ്സസ് ആണ്, ബിസിനസ് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ടു മാനേജ് എക്സ്പോഷർ ടു ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻസ്. അതായത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻസിനെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നതിനാണ് ഈ ഒരു സ്വാപ്പ് ഉപയോഗിക്കുന്നത്. അടുത്തത് കറൻസി സ്വാപ്സ് ആണ്. അതായത് ഇതിൽ വരുന്നത് എക്സ്ചേഞ്ച് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു എക്സ്ചേഞ്ച് ഇൻ ഡിഫറെന്റ് കൺട്രീസ്. ഇപ്പം ഉദാഹരണത്തിന് ഒരു യൂറോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് $US എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ഒരു സ്വാപ്പാണ് ഇതിൽ കറൻസി സ്വാപ്പിൽ വരുന്നത്. അതൊക്കെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഹെൽപ്സ് മൾട്ടിനാഷണൽ കമ്പനീസ് മാനേജ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചിൽ ഉള്ള ആ ഒരു വേരിയേഷനുള്ള റിസ്ക് ഒക്കെ ഒഴിവാക്കുന്നതാണ് ഈ കറൻസി സ്വാപ്സുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത കമ്മോഡിറ്റി സ്വാപ്സ് ആണ്. ഇത് കമ്മോഡിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്വാപ്പ് ആണ്. ഫിക്സ്ഡ് ആൻഡ് ഫ്ലോട്ടിംഗ് പ്രൈസ് ഉണ്ട്. ഫിക്സ്ഡ് പ്രൈസും ഫ്ലോട്ടിംഗ് പ്രൈസും ഈ കമ്മോഡിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പേയ്മെന്റ്സ് ആർ എക്സ്ചേഞ്ച് ഫോർ കമ്മോഡിറ്റീസ് ലൈക്ക് ഓയിൽ, ഗോൾഡ്, വീറ്റ്, ഇങ്ങനെയുള്ള കമ്മോഡിറ്റീസിനൊക്കെ ഈ രണ്ട് ടൈപ്പ് സ്വാപ്പ് ഉപയോഗിക്കുന്നതാണ് ഈ കമ്മോഡിറ്റി സ്വാപ്സ് എന്ന് പറയുന്നത്. കൂടുതലും പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഒരു ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, യൂസ്ഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ടു ഹെഡ്ജ് അഗെയിൻസ്റ്റ് പ്രൈസ് വോളറ്റിലിറ്റി. അത് പ്രൈസ് ഹൈലി വോളറ്റൈൽ ആയിരിക്കും ചില കമ്മോഡിറ്റീസ്, ഭയങ്കരമായിട്ട് വേരിയേഷൻ വരും, കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനൊക്കെ ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്വാപ്പ് ഉപയോഗിക്കുന്നത്. അടുത്തത് ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്സ് ആണ്, CDs എന്ന് തന്നെ ചുരുക്കി പറയും. അതായത് എ ഫൈനാൻഷ്യൽ കോൺട്രാക്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതും ഒരു ഫൈനാൻഷ്യൽ കോൺട്രാക്ട് തന്നെയാണ്. ഇവിടെ വേർ വൺ പാർട്ടി പേസ് പീരിയോഡിക് പ്രീമിയം, അതായത് പീരിയോഡിക് ആയിട്ട് ഒരു പ്രീമിയം വൺ പാർട്ടി പേ ചെയ്തുകൊണ്ടിരിക്കും ഇൻ എക്സ്ചേഞ്ച് ഫോർ, അതിന് തിരിച്ച് പ്രതികളായിട്ട് കിട്ടുന്ന ഇൻ എക്സ്ചേഞ്ച് ഫോർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ക്രെഡിറ്റ് ഡിഫോൾട്ട്. അതായത് ക്രെഡിറ്റ് ഡിഫോൾട്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് കൂടുതലും ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നിക്ഷേപിക്കുന്നത്. അതായത് യൂസ്ഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ടു ഹെഡ്ജ് ക്രെഡിറ്റ് റിസ്ക് ഓർ സ്പെക്കുലേറ്റ് ഓൺ ക്രെഡിറ്റ് വർത്തിനെസ്. അപ്പോൾ ഇങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, അത് ക്രെഡിറ്റ് റിസ്കിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് വർത്തിനെസ് അതിൻ്റെ ഒരു സ്പെക്കുലേഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ സ്വാപ്പ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഇക്വിറ്റി സ്വാപ്സ് ആണ്. ഇതും ഷെയർ മാർക്കറ്റിൽ വരുന്ന ഒരു സ്വാപ്പ് തന്നെയാണ്. എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ് ഫ്ലോസ് ബേസ്ഡ് ഓൺ, ഏതിന്റെ അടിസ്ഥാനത്തിലാണ്, ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ആൻ ഇക്വിറ്റി ഇൻഡെക്സ്. ഒരു ഇക്വിറ്റി ഇൻഡെക്സിന്റെ അല്ലെങ്കിൽ ഷെയറിന്റെ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആ ഒരു സ്വാപ്പാണ് ഈ ഒരു ഇക്വിറ്റി സ്വാപ്പ് എന്ന് പറയുന്നത്. അലൗസ് ഇൻവെസ്റ്റേഴ്സ് ടു ഗെയിൻ എക്സ്പോഷർ ടു ഇക്വിറ്റീസ്. അത് ഇൻവെസ്റ്റേഴ്സിന്, നിക്ഷേപകർക്ക്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവർക്ക് ഒരു എക്സ്പോഷർ കിട്ടും, ഇക്വിറ്റീസിൽ ഒരു എക്സ്പോഷർ കിട്ടും. അത് ഓൺ ചെയ്യാതെ തന്നെ, വിത്തൗട്ട് ഡയറക്ട്ലി ഓണിംഗ് ദ അസറ്റ് ഓൺ ചെയ്യാതെ തന്നെ, അത് മേടിക്കാതെ തന്നെ എക്സ്പോഷർ കൊടുക്കുന്ന ആ ഒരു സ്വാപ്പാണ് ഇക്വിറ്റി സ്വാപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സ്വാപ്പ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഹൗ ദ സ്വാപ്പ് മാർക്കറ്റ് വർക്ക്സ്. അതായത് സ്വാപ്സ് ആർ ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ്, അതായത് OTC ഡെറിവേറ്റീവ്സ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ദേ ആർ പ്രൈവറ്റ്ലി നെഗോഷിയേറ്റ്, അതായത് രണ്ട് പാർട്ടികൾ തമ്മിൽ പ്രൈവറ്റ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നതാണ്. റാദർ ദാൻ ട്രേഡഡ് ഓൺ എക്സ്ചേഞ്ചസ്, അതായത് എക്സ്ചേഞ്ചസിൽ ട്രേഡ് ചെയ്ത് വരുന്നൊരു സാധനമല്ല. അത് രണ്ട് പ്രൈവറ്റ് പാർട്ടീസ് അവർ തമ്മിലുള്ള ഡീലിംഗ് ആണിത്. ഓക്കെ, അവർ തമ്മിൽ ഡീൽ ചെയ്തിട്ട് അത് ഏതൊക്കെയാണ് ലാർജ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്,
ഹെഡ്ജ് ഫണ്ട്സ് ആൻഡ് കോർപ്പറേഷൻസ് ഡോമിനേറ്റ് ദ സ്വാപ്പ് മാർക്കറ്റ്. അപ്പോൾ ഇവരൊക്കെയാണ് ഈ സ്വാപ്പ് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ക്ലിയറിംഗ് ഹൗസസ് ആൻഡ് സെൻട്രൽ കൗണ്ടർ പാർട്ടീസ്, അതായത് CCPs എന്ന് പറയും. അതായത് ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഹെൽപ്പ് മിറ്റിഗേറ്റ് കൗണ്ടർ പാർട്ടി റിസ്ക്. ആരാണോ ഈ സ്വാപ്പിൽ ഡീൽ ചെയ്യുന്നത് അവരുടെ ആ ഒരു കൗണ്ടർ പാർട്ടി റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നത് ഈ CCPs ആണ്. ഓക്കെ, റിസ്ക് ഇൻ റെഗുലേറ്റഡ് സ്വാപ്പ് ട്രാൻസാക്ഷൻസ്. അടുത്തത് പേർപ്പസ് ഓഫ് സ്വാപ്സ് ആണ്. അത് സ്വാപ്പ് ചെയ്യുന്നതിനുള്ള ആ ഒരു ഉദ്ദേശങ്ങൾ ഞാൻ ഇത്ര നേരം പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. ആദ്യത് ഹെഡ്ജിങ് ആണ്. ഓക്കെ, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത്. കമ്പനീസ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഫ്ലക്ച്വേഷൻ. നേരത്തെ പറഞ്ഞില്ലേ, ഫ്ലക്ച്വേഷൻസ് നിന്ന് കമ്പനീസ് പ്രൊട്ടക്ഷൻ നേടും. അതിന് വേണ്ടിയിട്ട് സ്വാപ്പ് ഉപയോഗിക്കും. ഇൻട്രസ്റ്റ് റേറ്റ്സിന്റെ ഫ്ലക്ച്വേഷൻസ്, കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് കമ്മോഡിറ്റി പ്രൈസസ്, ഇതിന്റെയൊക്കെ ഫ്ലക്ച്വേഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് കമ്പനീസ് ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് സ്പെക്കുലേഷൻ, ഊഹിച്ചുകൊണ്ടുള്ള ആ ഒരു ട്രാൻസാക്ഷൻസിന് വേണ്ടി, അതായത് ഫ്യൂച്ചറിൽ അത് വേരി ചെയ്യാനുള്ള ആ ഒരു റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. യൂസ് സ്വാപ്സ് ടു ബെറ്റ് ഓൺ മാർക്കറ്റ് മൂവ്മെന്റ്സ്. ആ മാർക്കറ്റ് മൂവ്മെന്റിനെ ആ ഒരു അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് ആർബിട്രേജ് ആണ്. അതായത് ഇടനില വ്യാപാരം എന്ന് പറയും. അതായത് ട്രേഡേഴ്സ് എക്സ്പ്ലോയിറ്റ് പ്രൈസിംഗ് ഡിഫറൻസസ് ബിറ്റ്വീൻ മാർക്കറ്റ്സ്. ഒരു മാർക്കറ്റിൽ നിന്ന് മറ്റൊരു മാർക്കറ്റിൽ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പ്രൈസിന് ഡിഫറൻസ് ഉണ്ടാകും. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രേഡേഴ്സ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ സ്വാപ്സ് ഉപയോഗിക്കുന്നത്. ദ സ്വാപ്പ് മാർക്കറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഗ്ലോബൽ ഫൈനാൻസ്. അതായത് ഗ്ലോബൽ ഫൈനാൻസിൽ ലോകത്തിൽ മൊത്തത്തിൽ ഉള്ള ഫൈനാൻസിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ സ്വാപ്പ് മാർക്കറ്റ്. എങ്ങനെയാണ് സാധ്യമാകുന്നത്? ബൈ ഓഫറിംഗ് ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യുന്നു. ഏതിൽ? ഇൻ റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഫൈനാൻഷ്യൽ സ്ട്രക്ചറിങ്. അതായത് ഫൈനാൻഷ്യൽ സ്ട്രക്ചറിങ്ങിലും റിസ്ക് മാനേജ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് മാനേജ്മെന്റിലൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഗ്ലോബൽ ഫൈനാൻസിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.